അസ്സലാമു അലൈക്കും മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖം വിശ്വസിക്കണം. പിന്നെ ഞാൻ നെജിലാൻ്റെ കച്ചവടത്തിൽ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോസിൻ്റെ താഴെ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതായത് താത്ത, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പറയാതിരിക്കണം, ലൈസൻസ് ഇല്ലാതെ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ആ ഭാഗം ചിന്തിച്ചില്ല. കാരണം ഞാനൊക്കെ ഒരു 10-15 വയസ്സുള്ള സമയത്ത് എൻ്റെ വാപ്പാക്ക് ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. ഈ പെട്ടിക്കടയിൽ മുറുക്കാൻകടയായിരുന്നു ഒരു സംഭവം. മുറുക്കാൻകടയായിട്ട് തുടങ്ങിയതാണ്. മുറുക്കാനും വീടിയും സിസറും അങ്ങനെയായിട്ടാണ് തുടങ്ങിയത്. നല്ല വേനൽ വന്നപ്പം ഈ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ നടന്നു പോകുക. അന്നൊന്നും ഇത്ര ബസ്സും ഇതൊന്നും ഉണ്ടാവില്ല. സ്കൂൾ കുട്ടികളാണെങ്കിലും ഒക്കെ നടന്നു പോകും. ഒരു 3-4-5 കിലോമീറ്റർ നടക്കണം ഞങ്ങൾ അവിടുന്ന് സ്കൂളിലേക്ക്. അപ്പോൾ ഈ സമയമാകുമ്പോൾ ഈ സ്കൂൾ വിട്ട് വരുന്ന 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7ാം ക്ലാസ് വരെയുള്ള അന്ന് അവിടെ സ്കൂള്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരക്ക് പോകണം. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഉള്ള കുട്ടികൾക്ക്, ഞങ്ങൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പഠിക്കാൻ അവിടെ സ്കൂളില്ല. പിന്നെ വേറെ ഒരുപാട് 10-18 കിലോമീറ്റർ പോയിട്ട് വേണം. അപ്പോൾ അങ്ങനെ ആരും അവിടെ പഠിപ്പിക്കാറില്ല. ആ ഒരു സമയത്ത് അങ്ങനെ പിന്നെ അന്നത്തെ കാലത്തൊന്നും അത്ര വിദ്യാഭ്യാസത്തിന് അത്ര മുൻഗണന കൊടുക്കുന്ന കാലഘട്ടമല്ല. അപ്പോൾ അങ്ങനെ ഇവർ ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ എന്ത് പറയുന്നറിയോ, കുറച്ച് മോരും വെള്ളം സർബത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ കൂട്ടത്തിൽ കൂടെ, ഏതായാലും നിങ്ങൾ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, മുറുക്കാനും സിസറിനും വീടിക്കും വേണ്ടി മാത്രം ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെയ്തുകൂടെ, കുറച്ച് സർബത്തും ഇത് ഉണ്ടാക്കി വെച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പി മികുടി പഞ്ചസാര ഇതൊക്കെ വാങ്ങിക്കൊടുന്ന് നെറുനണ്ടി വേരും ഇതൊക്കെ വാങ്ങിക്കൊടുന്നങ്ങാണ്ട് സർബത്ത് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. സർബത്ത് ഉണ്ടാക്കി വിറ്റു. പിന്നെ പാല് വാങ്ങി തൈരുണ്ടാക്കി മോരാക്കി, അതങ്ങനെ ഒരു മോരും സർബത്തും അന്ന് തൊട്ട് ഇതുണ്ടാക്കിയതിന് ശേഷം വിൽക്കാൻ തുടങ്ങി. കുറേ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലവരിങ്ങനെ ഇപ്പോൾ ഈ എൻ്റെ കമൻറ്റിൽ വന്നമാതിരി ചോദിക്കാൻ തുടങ്ങി. ഇപ്പോഴൊന്നല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പേണ്. അപ്പോൾ അങ്ങനെ ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, ഇത് ചെയ്യാൻ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അന്നത്തെ കാലത്തൊന്നും ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയില്ല. എനിക്കൊന്നും അറിയില്ല കേട്ടോ. വാപ്പാക്കും ഉമ്മാക്കൊക്കെ അറിയാം, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കണവരോട് അതെന്താ സാധനം എന്ന് ചോദിക്കും. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പയും ഉമ്മയൊക്കെ വാപ്പ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴും ഇനിയിപ്പോൾ ഈ സർവത്ത് വെക്കണ കാരണം കൊണ്ട് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ സർവത്ത് കുടിച്ചിട്ടാണെന്ന് പറയും. അപ്പോൾ നമുക്കത് പ്രശ്നമാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. കുറേ ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങനെ വിറ്റോളിന്ന്. ചില ആൾക്കാർ പറയും ജീവിക്കാൻ വേണ്ടിയല്ലേ വിൽക്കട്ടെ എന്ന് പറയും. ചില ആൾക്കാർ പറയും വേണ്ട, അങ്ങക്ക് പ്രശ്നം വരും എന്ന് പറയും. എന്ന മാതിരിയാണ് ഇപ്പോൾ നെജിലാൻ്റെ പ്രശ്നം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആ സർവത്ത് കച്ചവടം നിർത്തിയിട്ടോ, കട തന്നെ നിർത്തി വേറെ ഇതാക്കാൻ തുടങ്ങി. പിന്നെ ചെറുതായിട്ട് എപ്പോഴെങ്കിലും വല്ല വെറ്റിലയും മുറുക്കാനും വീടിയും സിസ്റ്ററൊക്കെ വാങ്ങിയിടും, പീടിയ പൂട്ടിയിടും, ആരെങ്കിലും ചോദിക്കണവർക്ക് വന്ന് എടുത്തു കൊടുക്കും. അത്ര മാത്രമേ, ചെറിയ പെട്ടിക്കടയായിരുന്നു. അപ്പോൾ എനിക്ക് വന്ന കമൻറ്റിൽ പറഞ്ഞ മക്കളോട് എനിക്ക് പറയാനുള്ള എന്താ, ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചില്ല. കാരണം ലൈസൻസ് അത്യാവശ്യമാണ്. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. കാരണം എന്താ വെച്ചാൽ ഈ ഫുഡ് പലയിടത്തുനിന്നും കഴിച്ചിട്ട് മനുഷ്യന്മാർ പല മരണങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചെന്ന് അറിയോ, 2 മക്കൾ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന്. പക്ഷേ ഞാൻ വിചാരിക്കണ മാതിരി എല്ലാവരും വിചാരിക്കണമെന്നില്ലല്ലോ. നിയമത്തിൻ്റെ വഴുപ്പ് തന്നെ പോകുമല്ലോ. പല പഞ്ചായത്തു നിന്നോ ഇവിടുന്നോ വന്നിട്ട് ഇപ്പോൾ കാറിൽ വെച്ചിട്ടാണെങ്കിലും വേറെ എവിടെ വെച്ചിട്ടാണെങ്കിലും നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ നൂലാമാല ഇതാണ്. കാരണം എന്തെങ്കിലും ചെയ്ത് ജീവിക്കാന്ന് വെച്ചാലും ഈ ഒരു ലൈസൻസ് ഇല്ലാതെ, അതിപ്പോൾ പഞ്ചായത്ത് പോയാൽ അവൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇപ്പോൾ എത്രയോ സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യണത് വീട്ടിൻ്റെ അകത്തൊക്കെ അവളെ വീടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെയ്യണ്ടെന്നൊന്നും ആരും പറയില്ല, ജീവിക്കാൻ വേണ്ടിയല്ലേ. പക്ഷെ അങ്ങനെ ഒന്ന് എടുത്തു വെക്കണം നല്ലതാണ്. ഏതായാലും നിങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് നന്നായി. അപ്പോൾ ഞാൻ കമൻ്റ് ഇട്ടവരോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആ 2 കുഞ്ഞു മക്കളെ മാത്രമേ ആലോചിച്ചുള്ളൂ. ഞാൻ അവരെ ലൈസൻസിനെ പറ്റിയോ ഇതിനെ പറ്റിയോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. കാരണം ഐറ്റങ്ങൾ എങ്ങനെ ഇരിക്കുമ്പോൾ ആ മക്കളെ ആ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ആ കച്ചവടം ചെയ്യണത്. അപ്പോൾ അവർക്കൊരു ജീവിതമാർഗം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം എൻ്റെ ചിന്തയിൽ മറ്റൊന്നും പോയില്ല. ലൈസൻസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാര്യമൊന്നും എനിക്ക് പോയില്ല. ഞാൻ വേഗം എന്ത് പറഞ്ഞു, ബർക്കത്ത് റഹ്മത്ത് കൊടുക്കട്ടെ എന്നുള്ളത് പറഞ്ഞു. കാരണം ഒരു മനുഷ്യൻ നന്നാവട്ടെ, നല്ല രൂപത്തിൽ കൂടെ ആണെങ്കിൽ നന്നാവട്ടെ എന്ന്. പക്ഷെ അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കാര്യം കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. മെസ്സേജുകൾ ഇങ്ങനെ വന്നപ്പോഴാണ്
താത്ത നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറയണ്ടായിരുന്നു. പക്ഷെ അറിയായിരുന്നു മക്കളെ, അറിയാഞ്ഞിട്ടല്ല, മറന്നു പോയതാണ് ഞാനത്. അത് ചിന്തിച്ചില്ല ഞാൻ. കാരണം ജീവിക്കട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളത് മാത്രം ചിന്തിച്ചു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ മാതിരി ലൈസൻസ് എടുത്ത് വെക്കണം നല്ലതാണ്. അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എവിടുന്ന എന്ത് ആഹാരം കഴിച്ചെന്നൊക്കെ ഒരു ആസ്പത്രിയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോടത്തുനിന്ന് തെരുവിൽ നിന്ന് കാറിൽ വന്ന് കച്ചവടം ചെയ്തിരുന്നു, അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇന്നത് കഴിച്ചു എന്നുള്ളതൊക്കെയാണ് വെച്ചെങ്കിൽ അത് അവൾക്ക് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തു വയ്ക്കുന്നത് നല്ലത് തന്നെയാണത്. ഏതായാലും ഞാൻ നിർത്തണു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. അള്ളാഹു ആയുസ്സ് തന്നെങ്കിൽ.